സീതാലക്ഷ്മി എന്റെ വിളി പ്രതീക്ഷിച്ചിരുന്ന പോലെ. വിളിക്കാൻ എന്തേ വൈകിയെന്നായിരുന്നു അവരുടെ ആദ്യത്തെ ചോദ്യം. പ്രിയങ്കേ, സീതാലക്ഷ്മി തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് മനസ്സിലായിട്ടും നീ അവരെ വിളിക്കണ്ടായിരുന്നു. ഏതായാലും തൃച്ചംബരത്ത് വിലാസിനി ആന്റി ഉണ്ടല്ലോ. പേര് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും ഫോൺ കോൾ എത്തി. 100 ആയിസ വിലാസിനി ആന്റിക്ക്. ഫോൺ അറ്റൻഡ് ചെയ്യ്. ഹലോ ഹലോ പ്രിയങ്കേ, ആന്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ആന്റിയുടെ വിളി. 100 ആയിസ. ഓ പിന്നെ ആയുസ്. എനിക്കിനി അധികം ആയുസ് ഉണ്ടെന്ന് തോന്നുന്നേ ഇല്ല. അത്തരത്തിലൊരു സാധന ആ വൈജയന്തി. അവള് ഞാൻ പ്രതീക്ഷിച്ച പോലെ അത്ര പാവൊന്നും അല്ല. ഈ വീടെടുത്ത് അവളെ തിരിച്ചു വെക്കേണ്ടതായിരുന്നു. അവളുടെ കഴുത്തില് താലി വീഴുമ്പോ ആനന്ദിന്റെ കഴുത്തില് കൊലക്കയറാ വീഴാൻ പോകുന്നത്. അഖിലാണ്ടേശ്വരിക്കേ അവള് മരുമകളല്ല, ആരാചാര. അതിനുവേണ്ടി അവിടെ എന്തുണ്ടായി ആന്റി? എന്തുണ്ടായെന്നോ? ഇപ്പൊ ഡൈനിങ് ടേബിളിൽ വെച്ച് ഞാൻ അവളെ ഒന്ന് കണ്ടു. അവള് വൈജയന്തിയൊന്നുമല്ല, യക്ഷിയാ യക്ഷി. തൃച്ചംബരത്തുകാരുടെ രക്തം കുടിക്കാൻ വന്ന ചുടലയക്ഷി തന്നെയാ. ശരി ശരി, ഞാൻ പറഞ്ഞൊക്കെ എടുത്തു വെക്ക്. പിന്നെ ജമന്തിമാലയില്ലേ, ജമന്തിമാല അത് മറക്കണ്ട. ഞാൻ ഡ്രൈവറെ വിടാം. ഹലോ. അയാള് വന്ന് എല്ലാം എടുത്തോളും. എന്നാ പിന്നെ ശരി. അയ്യോ, ഒരു കല്യാണം വന്ന എന്തൊക്കെ കാര്യങ്ങളാ നോക്കേണ്ടത്. ചേച്ചി എല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പെട്ടെന്നുള്ള കല്യാണല്ലേ, എനിക്കറിയാതിന്റെ ബുദ്ധിമുട്ട്. ആന്റി എന്താ വീർക്കുന്നേ? അയ്യോ, എന്താന്ന് അറിഞ്ഞൂടാ. ഇപ്പോഴത്തെ കാലാവസ്ഥ എനിക്ക് തീരെ പിടിക്കുന്നില്ല. വെറുതെ നിന്നാലും ഉടനെ അങ്ങ് വേർക്കും. പണ്ട് മുതലേ ആന്റി AC ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഓഹോ, അല്ലെങ്കിൽ ഈ കാലാവസ്ഥക്ക് ഇപ്പോ ചൂട് കൂടുതലാ. അതെ അതെ. ഞാൻ നിന്നിടത്ത് ഇത്ര ചൂടില്ലായിരുന്നു. അതെ അതെ വൈജയന്തി. നിനക്കത് ഭ്രാന്തുണ്ടോ? നീ എന്തേ കാണിക്കുന്നേ? ഞാൻ കാണിക്കുന്നത് എന്താന്ന് പ്രിയങ്ക കാണുന്നില്ലേ? നീ ഇപ്പോഴും അവനെ മനസ്സിൽ ധ്യാനിച്ചും അവന്റെ ചിത്രങ്ങൾ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് നടക്കാണ്. അത് മനസ്സിൽ നിന്ന് മായ്ക്കണം. മായ്ക്കേണ്ടത് മായ്ച്ച് തന്നെ കളയണം. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അവനെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റുന്നില്ല. ഓരോ ദിവസം കഴിയും തോറും എന്റെ ഉള്ളിൽ അവന്റെ ചിത്രം തെളിഞ്ഞു തെളിഞ്ഞു വരിക, പലതരം വർണ്ണങ്ങളിൽ. നീ ഇനിയും അവനെ സ്വപ്നം കണ്ടതുകൊണ്ട് എന്ത് പ്രയോജനമാകങ്ങേ? സ്വപ്നം കാണാൻ എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് വിലക്കാൻ ശ്രമിക്കരുത്. ഇപ്പൊ ഈ സ്വപ്നമാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒന്നുകിൽ ആനന്ദിനെ എന്നെങ്കിലും ഞാൻ കൂടെ കൂട്ടും, അല്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലും. ഇവളെന്താ ഇങ്ങനെ കലിതുള്ളി നിൽക്കുന്ന? എന്തുറ്റി? അവക്കിപ്പോഴും ആനന്ദിനോടുള്ള പ്രണയം തീർന്നിട്ടില്ല. ഓ, അവനെ കൊല്ലുന്ന കാര്യം അവളി പറയുന്നു. ആനന്ദിനെ ഇനി ആരും കൊല്ലാൻ നോക്കണ്ട. അവൻ തീവണ്ടിക്കാ തലവെക്കാൻ പോകുന്നു. ഇല്ലെങ്കിൽ അവന് ആ വൈജയന്തി കൊന്നോളും. സത്യ പ്രിയങ്ക പറയുന്നത്. അവളെ ഭയന്നേ പറ്റൂ. അവൾ അത്രയ്ക്ക് ഭയങ്കരിയാ. എത്ര ഭയങ്കരികളാണെങ്കിലും നമ്മൾ കെണി വെച്ച് പിടിച്ച് അകത്തിട്ടില്ല ആന്റി. എന്തേ, വേറെ ചെറുപ്പക്കാരൊന്നും കിട്ടില്ലേ? അതോ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ? ചോദ്യങ്ങൾ കഴിഞ്ഞോ? ഓ, കഴിഞ്ഞു.
മറുപടി പറയാം. തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണൻ എന്റെ എക്കാലത്തെയും സ്വപ്നമാണ്. എന്റെ ആദ്യത്തേതും അവസാനത്തേതുമായ പ്രണയം. കവികളുടെ ഭാഷയിൽ പറഞ്ഞാൽ രാപ്പാടികളുടെ ഗാഥകൾക്ക് ഒരാത്മാവുണ്ടെന്ന് തോന്നിയ കൗമാരകാലം മുതൽ എന്റെ മനസ്സിൽ വിരിഞ്ഞ മന്ദാരപ്പൂവാണ് ആനന്ദിനോടുള്ള പ്രണയം. ആ ആനന്ദ് മറ്റൊരുവളെ പ്രണയിച്ച് വാങ്ങിച്ചിരുന്ന ആളുകൾ കുറേയായി. അതും അറിയാം. ഏട്ടനെ കൊണ്ട് കെട്ടിക്കാൻ ഏതു നേരവും കൂടെ നിന്ന പ്രിയപ്പെട്ട അനിയനല്ലേ അരവിന്ദ്. പ്രിയപ്പെട്ട ഏട്ടന് വേണ്ടി ജീവൻ വരെ ബലി കഴിക്കാൻ തയ്യാറായി നടക്കുന്ന അനിയൻ. സീതാദേവിക്ക് കാവൽ നിന്ന സാക്ഷാൽ ലക്ഷ്മണന്റെ മറ്റൊരു പ്രതിരൂപം. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു ധാർമ്മിക രോഷം സ്വാഭാവികം. എന്താ കളിയാക്കണം? അല്ല, ചോദിച്ചതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. മുഴുവൻ കേൾക്ക്. പണ്ട് പ്രണയിച്ചിരുന്നു എന്ന് പറഞ്ഞത് സത്യം. പക്ഷേ ഇപ്പോൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു വന്നത് അരവിന്ദ് അറിഞ്ഞില്ലായിരുന്നോ? ഞാൻ തേടി വന്നതല്ല, എന്നെ തേടി വന്നതാണ്. ഈ പറയുന്ന കല്യാണിയാണ് ആ ആലോചന കൊണ്ടുവന്നത്. ആ ആലോചന ഒരു അപേക്ഷ പോലെയായിരുന്നു. അവൾ ആനന്ദിന്റെ ഭാര്യ പദവി ഉപേക്ഷിക്കുകയാണെന്നും വിവാഹമോചനത്തിലൂടെ ഇരുവരും പിരിയുകയാണെന്നും ഉറപ്പ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത്. അരവിന്ദ് ഈ ചോദ്യം ചോദിക്കേണ്ടത് എന്നോടല്ല. അരവിന്ദ് സാക്ഷി നിന്ന് ഏട്ടന് കെട്ടിക്കൊടുത്ത അരവിന്ദ് ദേവിയെ പോലെ കരുതുന്ന കല്യാണിയോടാണ്. പിന്നെ എനിക്ക് വേറെ ചെറുപ്പക്കാരെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചതിന്. എനിക്ക് എന്റെ ഇഷ്ടമല്ലേ പ്രധാനം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആനന്ദ് എന്തായാലും വേറെ വിവാഹം കഴിക്കണം. അപ്പോ ഞാനായാലും എന്താ തെറ്റ്? പിന്നെ ഞാനൊരു തറവാട്ടുകാരിയാണ്. തൃച്ചംബരം പോലെ തന്നെ പേര് കേട്ടതും പാരമ്പര്യമുള്ളതുമാണ് മംഗലത്തെ തറവാട്. അത് മറക്കണ്ട. താലികെട്ട് കഴിഞ്ഞ് തൃച്ചംബരത്തിന്റെ അധികാരിയായി ഞാൻ മാറിക്കഴിഞ്ഞാൽ ഇതൊന്നും ഓർത്തുവെച്ച് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് വിചാരിക്കരുത്. ഞാനിത് ഇവിടെ വെച്ച് മറക്കുന്നു. മേലിൽ ഇത്തരം ചോദ്യങ്ങളുമായിട്ട് എന്റെ മുന്നിൽ വരരുത്. നമുക്ക് നല്ലൊരു അനിയനും ഏടത്തിയുമായിട്ട് മുന്നോട്ട് പോകാം. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന കല്യാണിയോട് നന്ദി പറയുകയാണ് അരവിന്ദ് ഇപ്പോ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇങ്ങനെയുള്ള നിനക്ക് എന്നെ പിരിയാൻ കഴിയോ കല്യാണി? ഈ ജന്മം നിനക്ക് എന്നെ മറക്കാൻ കഴിയോ? എന്നിട്ടാണോ മറ്റൊരു കല്യാണത്തിന് എന്നെ നിർബന്ധിക്കുന്നത്? എങ്ങനെ കഴിയുന്നു കല്യാണി? ഞാൻ വെറും ഒരു അന്യനായി മാറിയത് എന്നു മുതൽക്ക്? ആരൊക്കെയോ ചേർന്നൊരുക്കിയ പ്ലാനിങ്ങിൽ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കുഞ്ഞ് ഇന്ന് നിന്റെ ഉദരത്തിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു തീരുമാനം നീ എടുക്കുമായിരുന്നോ? പറ, എടുക്കുമായിരുന്നോ? എടുക്കും. അനുഭവങ്ങളും ദിവസേന എന്റെ മേൽ വന്ന് ഭവിക്കുന്ന ദുരനുഭവങ്ങളും എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം മാത്രമേ എടുപ്പിക്കൂ. ഒന്നു മാത്രം ഞാൻ പറയാം, വലിയ നീ തീരുമാനത്തിൽ നിന്ന് മാറിയ ജീവിച്ചിരിക്കുന്ന കല്യാണിക്കെല്ലാം മറക്കാനേ ബുദ്ധിമുട്ടുള്ളൂ, മരിക്കാൻ ബുദ്ധിമുട്ടില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. മാഡം, മാഡം എന്നെ തിരക്കിയോ? തിരക്കി.
ഇതാ ഈ സാരി നിനക്ക. എന്തിനാ മാഡം എനിക്കിപ്പോ സാരി? മാഡം തന്ന സാരികൾ തന്നെ നിറയെ എന്റെ കയ്യിലുണ്ട്. അതൊക്കെ എവിടെ ഇരിക്കട്ടെ, ഇത് വാങ്ങിച്ചോ. ഞാൻ നിനക്ക് സന്തോഷത്തോടെ തരുന്നതല്ലേ. വാങ്ങിക്കേ. നാളെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മകൻ ആനന്ദിന്റെ കല്യാണം. ഈ കല്യാണത്തിന് എല്ലാവരും നല്ല വേഷങ്ങൾ അണിഞ്ഞു നിൽക്കണം. നീയും പുതിയ സാരി ധരിച്ചു വേണം നിൽക്കാൻ. മനസ്സിലായോ? നീ തൃച്ചംബരം കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാ. ഇവിടെയുള്ളവർ അണിഞ്ഞൊരുങ്ങുന്നത് പോലെ നീയും അണിഞ്ഞൊരുങ്ങി നിൽക്കണം. ഈ കല്യാണത്തിനു വേണ്ടി നീ ഒരുപാട് ദുഃഖങ്ങൾ സഹിക്കുന്നുണ്ട്. കല്യാണം കഴിയട്ടെ. നിനക്ക് ഞാനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. അതൊരിക്കലും ചെയ്ത ഉപകാരത്തിനുള്ള പ്രത്യുപകാരമല്ല, മറിച്ച് ഈ കുടുംബം നിന്നോട് കടപ്പെട്ടതിന്റെ ആദരവായി കാണണം. നാളെ എല്ലാവരുടെ ഇടയിൽ നീ ഒരു വിളക്ക് പോലെ തെളിഞ്ഞു നിൽക്കണം. അന്യായിട്ട് തോന്നരുത്. അങ്ങനെ തോന്നിയാൽ അതിന്റെ നാണക്കേട് തൃച്ചംബരത്തിനാ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട് മാഡം. ശരി, പൊയ്ക്കോ. അനിങ്ങോട്ടാ, അനിങ്ങോട്ടാ, ദേ ഇത് നോക്കി. മാഡം എനിക്ക് കല്യാണത്തിന് ഉടുക്കാൻ എടുത്തു തന്നതാ. ഒരുപാട് നാളുകൾക്ക് ശേഷം മാഡം എനിക്കൊരു സാരി വാങ്ങിത്തരണേ. അനിങ്ങോട്ടാ, നോക്കു കൊള്ളാമോന്ന്. ആരുടെ കല്യാണത്തിന് ഉടുക്കാനുള്ള സാരിയാണെന്ന് അറിയോ ഇത്? ചേച്ചിക്ക് എന്താ ബ്രാൻഡായോ? ചേച്ചി എന്താ ചേച്ചിയുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാത്തെ? വല്ലുവിനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? സാരി വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. അന്യഗ്രഹം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ അന്യഗ്രഹം എന്ന് ഞാൻ ആദ്യമായി മനസ്സിലാക്കുക. നാരായണൻ എന്താ അർത്ഥമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും പലതും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാ ഒന്ന് ക്ലിയർ ചെയ്തേക്കാമെന്ന് കരുതി കയറി വന്നത്. നാരായണൻ എന്താ അറിയേണ്ടത് അത് ചോദിച്ചോളൂ. ഞാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ രണ്ടാമത്തെ മരുമകളുടെ അച്ഛനാണെന്ന കാര്യം അറിയാമല്ലോ. ഇതെന്താ നാരായണ ഇത്തരം ചോദ്യങ്ങൾ? ആ സംശയമാണ് ഞാൻ ആദ്യമേ പ്രകടിപ്പിച്ചത്. ഇവിടെയെല്ലാം വിചിത്രമായ രീതികളാണല്ലോ എന്ന്. ഭരണാധികാരി എന്ത് ചെയ്താലും പ്രജകൾ കയ്യും കെട്ടി നിന്ന് അനുസരിച്ചു കൊള്ളണമെന്ന രാജവാഴ്ചയുടെ മറ്റൊരു രീതി. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി
എന്ത് നെറുകേട് കാണിച്ചാലും അതൊക്കെ ന്യായമെന്ന് വിശ്വസിക്കേണ്ടി വരുന്ന അടിമകളുടെ ഒരു നിരയാണ് ഇപ്പോൾ തൃച്ചംബരം. നാരായണ, എനിക്ക് സംസാരിച്ചേ പറ്റൂ. കാരണം ഞാൻ തെരുവിൽ നിന്ന് വന്നവനല്ല, തറവാട്ടിൽ നിന്ന് വന്നവനാണ്. എന്റെ മകളെ വളരെ അന്തസ്സായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വിവാഹം ചെയ്തയച്ചത്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ അർഹതയുണ്ട്, അവകാശവുമുണ്ട്. അഖിലാണ്ടേശ്വരി മരിച്ചുപോയെന്ന് അറിയിപ്പ് കിട്ടിയപ്പോ വന്നവനാണ് ഈ ഞാൻ. ശിവരാമകൃഷ്ണന്റെ മാനസിക നില തകരാറിലാണെന്ന് അറിഞ്ഞപ്പോ എല്ലാ ബിസിനസ് കാര്യങ്ങളും വിട്ട് എല്ലാ നഷ്ടങ്ങളും മറന്ന് ഇവിടെ വന്ന് നിന്നവനാണ് ഞാൻ. എന്റെ മകളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന വീടാണെന്ന ഉത്തരവാദിത്വം കൂടെ ഉണ്ടെന്ന് കരുതിക്കോളൂ. ഇത്രയും ദിവസം കൊണ്ട് തൃച്ചംബരത്തെ ചില വ്യക്തമായ ചിത്രം ഒരു ബ്ലോട്ടിംഗ് പേപ്പറിൽ എന്ന പോലെ എന്റെ മനസ്സിലേക്ക് പതിഞ്ഞു. നന്ദികേടിന്റെ കയ്യും കാലും വച്ച ചില മനുഷ്യരെ ഞാനിവിടെ കണ്ടു. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ഇവിടത്തെ പട്ടമഹിഷിയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നാരായണന് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറഞ്ഞിട്ടേ ഈ നാരായണൻ പോകൂ. നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് പോലെയാണ് നിങ്ങളുടെ സംസാരം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കഴുത്തിൽ മകൻ ഇഷ്ടത്തോടെ കെട്ടിയ താലി തന്ത്രപൂർവ്വം അഴിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന കൗശലക്കാരിയായ ഒരു അമ്മായിയമ്മയെ ഞാനിവിടെ കാണുന്നു. ആനന്ദ് നിന്നെ എത്രയേറെ സ്നേഹിക്കുന്നു കല്യാണി. അഖിലാന്റിയെ പോലും മറന്ന് നിന്റെ കൂടെ ഇറങ്ങി വന്നവനല്ലേ ആനന്ദ്. ആ ആനന്ദിന്റെ ഉള്ളു തകരുന്നത് കാണാതെ നിൽക്കുന്നത് കഷ്ടമാണ്. ഒരു പെണ്ണൊരു പുരുഷന് വേണ്ടി എന്തും വിട്ടുകൊടുക്കും. പക്ഷെ ഒരിക്കലും പുരുഷനെ വിട്ടുകൊടുക്കില്ല. അങ്ങനെ ഒരു ഏടെ ചരിത്രത്തിൽ ഒരു പുസ്തകത്തിനുമില്ല. എനിക്ക് കല്യാണിയോട് എന്നും ആദരവും സ്നേഹവും മാത്രമേ തോന്നിയിട്ടുള്ളൂ. അത് കല്യാണിയുടെ ഓരോ പ്രവൃത്തികൾ കണ്ടിട്ടാ. പക്ഷെ ഇപ്പൊ എനിക്ക് കല്യാണിയോട് വെറുപ്പ് തോന്നുക. നീ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, കാറ്റ് പിടിക്കാത്ത പാറ പോലെ. ഉറച്ച തീരുമാനമല്ലേ, അതിനി ഒരു മാറ്റം ഉണ്ടാവില്ല. ഇത്ര മനുഷ്യപ്പറ്റില്ലാതെ ആവരുത് കല്യാണി. റോയോട് സ്നേഹമില്ല നന്ദനെ, പിന്നെ നമ്മൾ എന്തു പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. കല്യാണി, വലിയ വലിയ ആപത്തിലേക്കാ കാര്യങ്ങൾ പോകുന്നത്. 2 ജീവിതങ്ങളാ തകരാൻ പോന്നെ. അത് നീ മനസ്സിലാക്കണം. ദയവ് ചെയ്ത് കല്യാണി ഈ തീരുമാനം മാറ്റണം. പറയ് കല്യാണി, ഈ തീരുമാനം മാറ്റൂ. ഈ തീരുമാനം ഒരിക്കലും മാറ്റാൻ ഞാൻ തയ്യാറല്ല. വേണ്ട, മാറ്റണ്ട. സ്നേഹനിധിയായ ഒരു ഭാര്യ, എനിക്ക് എന്റെ ബ്രോയുടെ ജീവിതം വലുത്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഈ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് നടക്കണം, നടന്നേ പറ്റൂ. ആനന്ദ്, ഇനി നമുക്കല്പം സ്വസ്ഥമായി സംസാരിക്കണം, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ. ഞാൻ എത്ര സ്വപ്നം കണ്ട ആളാണെന്നോ എന്റെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ദൈവത്തിന്റെ ഓരോ അത്ഭുതങ്ങളെ. കത്തിക്കരിഞ്ഞ ആ സ്വപ്നങ്ങളുടെ ചാരവും വാരി ഡൽഹിയിലേക്ക് പറന്നവളാ ഞാൻ. ആനന്ദ് ജീവിച്ചിരിക്കുന്ന ഈ മണ്ണിലേക്ക് ഇനി ഇല്ല എന്ന പ്രതിജ്ഞയുമായി ആ എന്നെയാ ചിറകുവെച്ച സ്വപ്നങ്ങളുമായി ദൈവം തിരിച്ചെത്തിച്ചിരിക്കുന്നത്. എന്റെ കടിഞ്ഞൂൽ 1 സൈഡ് പ്രണയകഥയിലെ രാജകുമാരനോടൊപ്പം ജീവിക്കാൻ. ഈ തലയെടുപ്പ്, ഈ ശബ്ദം,
നിമിഷങ്ങളെ ലക്ഷങ്ങളാക്കി മാറ്റാൻ ശേഷിയുള്ള ചിന്ത, ഈ കണ്ണിന്റെ തീക്ഷ്ണത ഒക്കെ ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതാ. വൈജയന്തി, ഞാൻ വല്ലാതെ അസ്വസ്ഥനാ. എന്നുവെച്ചാ ഇന്ന് ഞാൻ വളരെ ക്ഷീണിതനാ. നമുക്ക് നാളെ സംസാരിക്കാം. ഓക്കെ. ആനന്ദ് റെസ്റ്റ് എടുത്തോളൂ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ഒന്ന് കാണണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. നാളെ പുതിയൊരു ജീവിതം ആരംഭിക്കാനുള്ളതാ. ഉറങ്ങിക്കോളൂ, ശാന്തമായി ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. പ്രിയങ്കേ, നീ ഇങ്ങനെ നടന്നാലോചിച്ചിട്ട് ഒരു പ്രയോജനമില്ല. തൃച്ചംബരത്ത് കല്യാണമേളം തുടങ്ങിക്കഴിഞ്ഞു. കല്യാണമേളമൊന്നും അല്ല ചേട്ടാ, അവിടെ കണ്ണീർ കല്യാണമാണ് നടക്കാൻ പോകുന്നത്. ആ വൈജയന്തിയെ കിഡ്നാപ്പ് ചെയ്യാനുള്ള നിന്റെ പദ്ധതി പാടിയതാ അപകടമായത്. അതഖില ഒരു മുഴം മുമ്പേ അറിഞ്ഞു. അത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ആ ശിവരാമന്റെ മരണം കാണാനുള്ള മോഹം നടക്കൂ? ശ്രീയേട്ടൻ സമാധാനായിട്ടിരിക്കും. മരണമൊക്കെ നമുക്ക് കാണാം. ഇവക്ക് എന്തു പറ്റി? കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഇവളാകെ ഡസ്പാണല്ലോ. ആ, എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ ചോദിച്ചിട്ട് അവളൊന്നും പറയുന്നുമില്ല. എന്ത് പറ്റിക്കങ്ങേ? ആനന്ദ് കെട്ടിയ താലിമാല ഊരി കല്യാണി ജീവിതകാലം മുഴുവനും കരഞ്ഞു നടക്കുന്നത് കാണാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആനന്ദ് വീണ്ടും മറ്റൊരു പെണ്ണിനെ ഭാര്യയായി സ്വീകരിക്കുന്നതും അവളെ അഖിലാണ്ടേശ്വരി തൃച്ചംബരത്തെ അനന്തരാവകാശിയായി വാഴിക്കുന്നതും എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്താണ്. എന്റെ മോഹങ്ങളും ഞാൻ കണ്ട സ്വപ്നങ്ങളുമാണ് അവിടെ കരിഞ്ഞു വീഴുന്നത്. ആ ചാരത്തിലൂടെയാണ് ഞാൻ ഇപ്പോഴും നടക്കുന്നത്. പ്രതികാരവുമായാണ് ഞാൻ തൃച്ചംബരത്തേക്ക് ചെന്നതെങ്കിലും ആനന്ദ് എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അന്നും ഇന്നും ഇന്നും ഇനി മരണം വരെ ഒരു പുരുഷനെ എന്റെ മനസ്സിലുള്ളൂ. അത് തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണനാ. ഇവൾ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെയാണെങ്കിൽ ആനന്ദിനെ ആദ്യം മോഹിച്ചത് ഞാനല്ലേ ആദ്യം അവനെ സ്വപ്നം കണ്ടത്? എനിക്കില്ലാത്ത സങ്കടങ്ങൾ ഇവൾക്കെന്തിനാ? അവളുടെ ഒരു സ്വപ്നങ്ങളും അവളുടെ ഒരു മോഹഭംഗവും. നിനക്ക് പ്രതികാരം മാത്രമല്ലേ ഉള്ളൂ, ജീവിതമില്ലല്ലോ. നിന്റെ പ്രതികാരദാഹത്തിനിടയിൽ കരിഞ്ഞു പോയത് എന്റെ ജീവിതമാ. അതെടി, നാഗമടുത്ത് പ്രിയങ്ക പ്രതികാരദാഹി തന്നെയാ. എന്നെയും എന്റെ കുടുംബത്തെയും തകർക്കാൻ നോക്കിയവരോട് എനിക്ക് ഒടുങ്ങാത്ത പകയും പ്രതികാരവും ഉണ്ട്. ശത്രു ആരായാലും അവര് വെറുതെ വിടാൻ ഞാൻ ഒരുക്കമല്ല. നിന്റെ പകയും പ്രതികാരമാണ് നീ എന്നിലേക്ക് ആളിക്കത്തിച്ചത്. നിന്റെ വിനോദം വേട്ടയാണ്, ശത്രുവിനെ വേട്ടയാടുക. നിന്റെ ഉപദേശവും നിർദ്ദേശവും കേട്ട് കേട്ട് ഞാനും ഇല്ലാതായിപ്പോയി. നിനക്കൊരു ജീവിതം വേണ്ടായിരിക്കാം, പക്ഷെ എനിക്കത് വേണം. എനിക്ക് കല്യാണിയോട് ഒറ്റയ്ക്ക് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി, അതാ വിളിപ്പിച്ചത്. കുഴപ്പമില്ലല്ലോ. അതിനെന്താ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആദ്യമായിട്ട് എന്റെ വക വിവാഹമംഗള ആശംസകൾ. താങ്ക്സ് കല്യാണി. ഇപ്പൊ കാണുന്ന ഈ സന്തോഷത്തോടെ വല്യുഞ്ഞൊത്ത് ഒരുപാട് വർഷങ്ങള് ദീർഘസുമംഗലിയായി ജീവിക്കട്ടെ. വളരെ സന്തോഷം. അല്ല, എന്താ എന്നോട് തനിയെ സംസാരിക്കണമെന്ന് പറഞ്ഞത്? കല്യാണി, എനിക്ക് ഒരേ ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ. അല്ല വൈജയന്തി, വല്യുകുഞ്ഞിന് ഇത്രയും ആഭരണങ്ങൾ അണിയുന്നൊന്നും അത്ര ഇഷ്ടമല്ല. സിമ്പിളായിട്ട് ഇടുന്നതാ ഇഷ്ടം. ഓ, അങ്ങനെയാണോ? കമ്മല് വരെ ചെറുതു മതി. ചെറിയ കമ്മലിടുന്നതാ വല്യുകുഞ്ഞിന് ഇഷ്ടം. അത് ശരി. അതുപോലെ
മുടി ഇങ്ങനെ പാറിപ്പറന്ന് കിടക്കാതെ ഒതുക്കി വെക്കണതാ വലിയഞ്ഞിനിഷ്ടം. അതുപോലെ കൈവിരലുകളിൽ ഇത്രയും മോതിരങ്ങൾ ഇടുന്നത് ഇഷ്ടമല്ല. വലത്തെ കയ്യിലൊന്ന്, ഇടത്തെ കയ്യിലൊന്ന്, അത്രയും മതി. അതാ വലിയഞ്ഞിന്റെ ഇഷ്ടങ്ങള്. ചടങ്ങുകൾ ആരംഭിക്കാൻ സമയമായി. വരനെ കൂട്ടിക്കൊണ്ടു വന്നോളൂ. പെട്ടെന്ന് ആയിക്കോട്ടെ. ആനന്ദിനെ വിളിക്കൂ. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം ചേച്ചി. വിലാസിനി, അരവിന്ദ്, നീ പോയി ആനന്ദിനെ കൂട്ടിക്കൊണ്ടു. പോയി വൈജയന്തി വിളിച്ചോണ്ടുവരൂ. ശരി മാഡം. വാ മോളെ. നിർത്ത്. താലി കെട്ടാൻ വരട്ടെ. മോളെ, എന്താ ഇത്? എന്തു പറ്റി മോളെ നിനക്ക്? എന്തിനാ നീ പീഠത്തിൽ നിന്ന് എഴുന്നേറ്റത്? താലി കെട്ടുന്നതിന് മുൻപ് എനിക്ക് കല്യാണിയിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇത് കൊള്ളാലോ. ഇവൾക്കിനി എന്താ അറിയേണ്ടത്? ട്വിസ്റ്റ്, മാരക ട്വിസ്റ്റ്. വൈജയന്തി, എന്താ ഇത്? ആന്റി, എനിക്ക് കല്യാണിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മുഹൂർത്തം തെറ്റണ്ട. കല്യാണം കഴിഞ്ഞെല്ലാം സംസാരിക്കാം. അതുപോരെ? അത് പോരാ. എന്റെ കഴുത്തിൽ ഈ താലിമാല വീഴും മുൻപ് സംസാരിക്കേണ്ട വിഷയം, ഞാൻ അറിയേണ്ട വിഷയമാണിത്. തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണൻ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവുകയാണ്. ഈ കല്യാണം ഉറപ്പിച്ചപ്പോ കല്യാണി ഒരു നിബന്ധന വച്ചിരുന്നു. നിബന്ധനയോ? എന്ത് നിബന്ധന? ഇത് വൈജയന്തിയുടെ ട്വിസ്റ്റോ അതോ കല്യാണിയുടെ ട്വിസ്റ്റോ? ആ നിബന്ധന ഇതുവരെ പാലിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ആനന്ദ് എന്റെ കഴുത്തിൽ താലി കെട്ടും മുൻപ് കല്യാണി ആ താലിമാല ഊരി മാറ്റിയിരിക്കണം. അതിനവൾ തയ്യാറായാൽ മാത്രമേ ഈ മുഹൂർത്തത്തിൽ കല്യാണം നടക്കൂ. ഇവിടെ നടക്കുന്ന ഈ ചതിയും നന്ദികേടും ധിക്കാരവും ഒക്കെ കണ്ട് മിണ്ടാതിരിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് എന്റെ ദേഷ്യം ഞാൻ പ്രകടിപ്പിക്കുന്നു. ഐ കൻ അണ്ടർസ്റ്റാൻഡ്. കല്യാണിയെ വേദനിപ്പിക്കണമെന്നോ ഉപദ്രവിക്കണമെന്നോ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ എനിക്ക് എന്റെ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ. എന്റെ നിലപാട് പറഞ്ഞല്ലേ പറ്റൂ. ശരി, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അത് ഞാൻ പറഞ്ഞല്ലോ കല്യാണി. എന്റെ കഴുത്തിലേക്ക് ആനന്ദിന്റെ താലി കയറണമെങ്കിൽ നിന്റെ കഴുത്തിൽ ആനന്ദ് കെട്ടിയ താലി ഇറങ്ങണം.
നിങ്ങളാരും ഇല്ലാത്തപ്പോ സീതാലക്ഷ്മിയും വൈജയന്തി എന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങള് 3 പേരും കൂടി ചേർന്ന ബാക്കിയൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷേ നിനക്കൊരു അഗ്നിപരീക്ഷ നടത്തണമെന്ന് തീരുമാനിച്ചത് വൈജയന്തിയ. കല്യാണി, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? നിന്റെ കല്യാണത്തിന് എന്റെ സമ്മതം. അതൊരിക്കലും കിട്ടില്ല എന്ന് കരുതിയല്ലേ നീ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? എന്നാ കേട്ടോ, എന്റെ പരിപൂർണ സമ്മതത്തോടെ ആനന്ദിനെ ഞാൻ നിനക്ക് വിട്ടുതരുന്നു. എനിക്ക് വേണ്ടി നീ എല്ലാം ഉപേക്ഷിക്കുമ്പോ ഞാൻ എങ്ങനെയാ കല്യാണി നിന്നെ മറക്ക? കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നീ എനിക്ക് വേണ്ടിയും തൃച്ചംബരത്തിന് വേണ്ടിയും ചെയ്ത ഓരോ ഉപകാരങ്ങളും എന്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരിക. ഇപ്പൊ മനസ്സിലായില്ലേ, തൃച്ചംബരം തറവാട്ടിലുള്ളവർക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറുള്ളവളാണ് കല്യാണിയെന്ന്. മറ്റാരെക്കാളും കല്യാണി തന്നെയാണ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ പിന്തുടർച്ച അവകാശിയാകാൻ യോഗ്യതയുള്ളവൾ. തൃച്ചംബരത്ത് നിന്നും മരണദൂതൻ ഒഴിഞ്ഞു പോവണമെങ്കിൽ ആനന്ദ് വീണ്ടും താലികെട്ടിയേ മതിയാവൂ. എന്റെ മകൻ ഇനി മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടില്ല. ഇതെന്റെ തീരുമാനമാണ്. അത് മറ്റൊരു പെണ്ണ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞു. തൃച്ചംബരത്തിന് അനുയോജ്യമായവൾ ആരോ അവൾ പെണ്ണായി വരണം. അത് കല്യാണിയാണെങ്കിൽ കല്യാണി തന്നെ. ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? അഖിലാണ്ടേശ്വരി കല്യാണിയെ മരുമകളായി അംഗീകരിച്ചില്ലെങ്കിൽ മാത്രമാണ് മറ്റൊരു പെൺകുട്ടിയെ താലി കെട്ടണമെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കല്യാണിക്ക് ആ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. സീതാദേവിയെയും സാവിത്രിയെയും ശീലാവതിയെയും പോലെ എല്ലാ ശാലീനതയുമുള്ള, എല്ലാ ഭാവശുദ്ധികളുമുള്ള ഒരു പെണ്ണാണ് താനെന്ന് കല്യാണി ഇതിനകം തെളിയിച്ചു. പിന്നെന്തിന് മറ്റൊരാൾ? ഇപ്പോഴുള്ള താലി ഒരു മഞ്ഞച്ചരടിൽ കൊളുത്തി ആനന്ദിന് ആ കർമ്മം നിർവഹിക്കാം. അതെ ഇളയച്ച, ഇവൾ ഊതിക്കാച്ചിയ പൊന്ന തനി തങ്കം. ഞാനും ഒരമ്മയല്ലേ, എനിക്കും എന്റെ മകന്റെ കല്യാണം കാണണ്ടേ? അതിനാ ഇതൊക്കെ. എന്റെ പരിപൂർണ സമ്മതത്തോടെ നിനക്കും ആനന്ദിനും കല്യാണം ഈ മുഹൂർത്തത്തിൽ. നന്ദന, കല്യാണിയെ ആടയാഭരണങ്ങൾ അണിയിച്ച് കൂട്ടിക്കൊണ്ടുവാ.
ഹലോ ആന്റി, അവസാനം കല്യാണിയും ആനന്ദമായിട്ടുള്ള വിവാഹം നടന്നു അല്ലേ? അതായത് നമ്മളെ എല്ലാവരെയും കോമാളിയാക്കി എല്ലാവരും അങ്ങ് ഒന്നിച്ചു. ആ ഒന്നിച്ചു. ഞാനങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാത്തിനെയും ഞാൻ അവസാനിപ്പിക്കും. ഇനി നീ തൃച്ചംബരത്തിനെതിരെ ഒരക്ഷരം സംസാരിച്ച നിന്നെ കൊല്ലുന്നത് ഞാനായിരിക്കും. ഞാൻ അങ്ങോട്ട് വന്ന നാഗമഠം വംശം ഒന്നോടെ തീയിട്ട് നശിപ്പിച്ചു കളയും ഞാൻ. ഇത് പറയുന്നത് വെറും വിലാസിനിയല്ല, തൃച്ചംബരത്ത് വിലാസിനിയാ. വെക്കണേ ഫോൺ. എന്റെ ദൈവമേ, ഇളയമ്മേ, ഇപ്പോഴാണ് വിലാസിനി ഇളയമ്മ ഞങ്ങളുടെ ഇളയമ്മേ. വാ, വാ. വലം വെച്ച് വന്നോളൂ.